സമയത്തെ വിജയമല്യ ആ സ്വർണം പൊതിഞ്ഞ സമയത്തെ മേൽശാന്തിയായ PJ നാരായണൻ നമ്പൂതിരിയാണ് നമ്മളടുത്ത് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമല്ലോ. അത് സ്വർണം തന്നെയാണ്. അതായത് 2019 ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടത് വിജയ് മല്യ പൊതിഞ്ഞ ദ്വാരപാലക പാളികൾ തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉത്തരം പറയേണ്ടത് ആരൊക്കെയാണ്? ഇക്കാര്യത്തിൽ ഇത് ചെമ്പ് തന്നെയായിരുന്നു എന്ന നിലപാടിലാണല്ലോ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. ഇങ്ങനെ ഓരോ പ്രതികരണങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇനിയും ഇതിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കുമോ? ചെമ്പ് പാളി എന്ന് മഹസറിൽ വന്നതിൽ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർക്ക് മറുപടിയുണ്ടോ? ഇങ്ങനെ ദുരൂഹത നീക്കാൻ ബാധ്യസ്ഥരായവർ ഇപ്പോഴും മൗനം തുടരുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. R. അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ചിത്രങ്ങൾ തെളിവായിട്ട് വരുന്നു, പ്രതികരണങ്ങൾ വരുന്നു. ഇതിലെല്ലാം ഉറപ്പാണ് അന്ന് സ്വർണമായിരുന്നു, ആ സ്വർണമാണ് ചെമ്പായി മാറിയത്. ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞതുപോലെ 1ഉം 2ഉം 3ഉം കാര്യങ്ങളും ഒന്നുമില്ല. കൃത്യമായിട്ടുള്ള ഉത്തരം അന്ന് തലപ്പത്തിരുന്നവർ ഓരോരുത്തരുമാണ് പറയേണ്ടത്. ഗുഡ് മോർണിംഗ് പൂജ. ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി മാതൃഭൂമി ന്യൂസ് കൃത്യമായ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2019 ശബരിമല ശ്രീകോവിലിൽ ഉണ്ടായിരുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന കവചങ്ങൾ അത് സ്വർണം പൊതിഞ്ഞതാണ് എന്നുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഒരു 100 കണക്കിന് തെളിവുകൾ മാതൃഭൂമി ന്യൂസ് ഇതിനകം തന്നെ ഈ ഒരാഴ്ച കൊണ്ട് പുറത്തുവിട്ടിട്ടുമുണ്ട്. അത് പല രൂപത്തിൽ ചിത്രങ്ങളും രേഖകളും അന്ന് ഉണ്ടായിരുന്നവരുടെ സാക്ഷിമൊഴികളും ഏറ്റവും ഒടുവിൽ അന്നത്തെ മേൽശാന്തിയുടെ സാക്ഷിമൊഴി അടക്കം നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി ഒറ്റ കാര്യമേ അറിയേണ്ടതുള്ളൂ. 2019 മാർച്ച് വരെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ കവചങ്ങൾ എങ്ങനെയാണ് ജൂലൈയിൽ ചെമ്പായി അപ്രത്യക്ഷമായത് എന്നുള്ളതാണ്. അതിന് ഉത്തരം പറയേണ്ട രണ്ട് പേരുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറാണ്. മറ്റൊന്ന് അന്നത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു ആണ്. ഈ 2 പേർക്കും ഈ കാര്യത്തിന് ഉത്തരം പറയാതെ പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം 2019 ജൂലൈയിൽ ഈ കവചങ്ങൾ ചെമ്പാണ് എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകുന്ന ഉത്തരവ്, ആ ഉത്തരവ് പ്രധാനമായും A. പത്മകുമാറിൻ്റെതാണ്, ദേവസ്വം ബോർഡിൻ്റെതാണ്. ആ ഉത്തരവിൽ ചെമ്പ് പാളി സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൊടുത്തയക്കുന്നു എന്ന ഒരു ഉത്തരവുണ്ടാക്കാൻ എന്താണ് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ സ്വർണ്ണ കവചം അത് ചെമ്പായി മാറിയത്? അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇത്രയും ദിവസത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട തെളിവുകൾ കണ്ടാൽ തന്നെ അറിയാം അവിടെ ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിലും ചെമ്പ് കവചങ്ങളായിരുന്നില്ല. അത് തങ്ക കവചങ്ങളായിരുന്നു, തങ്കപ്രഭയുള്ള സ്വർണ്ണ കവചങ്ങളായിരുന്നു എന്ന്. മറ്റൊന്ന്, അന്നത്തെ മഹസറിലും ഇത് ചെമ്പുപാളിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ തന്നെയാണോ മഹസറിൽ ചെമ്പുപാളി എന്ന് എഴുതി വെച്ചത്? അങ്ങനെയാണെങ്കിൽ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ബൈജു നേരിട്ട് പൊതുസമൂഹത്തോട്, അയ്യപ്പ ഭക്തരോട് പറയണം, ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അത് ചെമ്പ് പാളിയായിരുന്നുവെന്ന്. അതല്ല, അദ്ദേഹം അറിയാതെയാണ് ചെമ്പുപാളി എന്ന മഹസറിൽ അങ്ങനെ ഒരു രേഖപ്പെടുത്തൽ ഉണ്ടായതെങ്കിൽ അതും അദ്ദേഹം തുറന്നു പറയണം. ഞാൻ അറിയാതെയാണ്, മറ്റാരോ ആണ്, എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യമില്ലാതെ ചെമ്പുപാളി എന്ന് എഴുതി അത് സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കി മാറ്റാനുള്ള കള്ളക്കളി കളിച്ചതെന്ന്. അപ്പോൾ ഈ 2 പേർക്കും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളി എന്ന് പറയുന്നത്, ആ കവചം എന്ന് പറയുന്നത് വിജയ് മല്യ പൂശ ഏതാണ്ട് 2.5 കിലോ സ്വർണം ഉൾക്കൊള്ളുന്ന പാളികൾ തന്നെയാണ്. അപ്പോൾ ആ കൊള്ളയടി അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാണോ? അതിനല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിന് ഒത്താശ ചെയ്തു കൊടുത്തോ എന്നുള്ളതാണ് അയ്യപ്പ ഭക്തർക്ക് അറിയേണ്ടത്. കാരണം ഇത്തരമൊരു കൊള്ള നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡിനെ പറ്റിക്കുകയാണോ ചെയ്തത്? A. പത്മകുമാറിനെയും ബൈജുവിനെയും മറ്റു ദേവസ്വം ഉദ്യോഗസ്ഥരെയും അന്നത്തെ ദേവസ്വം വകുപ്പിനെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഇത് ചെമ്പ് പാളിയായിരുന്നു, ഇത് ഞാൻ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പോയതാണോ? അതല്ല, ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു തിരിമറി നടക്കുന്ന കാര്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം കൂടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ പത്മകുമാർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞായിരുന്നല്ലോ.
അതിൽ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളും സംസാരിച്ചു പോയി. ഇനി ഒരുപക്ഷെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിരുത്തി പറയാനെങ്കിലും അദ്ദേഹം തയ്യാറാകുമോ? ഇപ്പോൾ തിരുവാഭരണം കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല. ഒരു മഹസറിൽ രേഖപ്പെടുത്തിയതും ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് അറിയാതെ എന്തായാലും ഈ കാര്യങ്ങളൊന്നും തന്നെ നടക്കുകയില്ല. അദ്ദേഹത്തെ കബളിപ്പിച്ചു എന്ന് പോലും ഇനി പറയാൻ പറ്റത്തില്ല. തിരുത്തി പറയാൻ തയ്യാറാകുമോ? അതെ, അന്നത്തെ ദേവസ്വം കമ്മീഷണർ ബൈജുവിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ എന്താണ് അങ്ങേക്ക് പറയാനുള്ളതെന്ന്. പക്ഷേ അദ്ദേഹം അതിനൊരു പ്രതികരണത്തിന് തയ്യാറല്ല. എനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എ പത്മകുമാർ വിവിധ ഘട്ടങ്ങളിൽ പ്രതികരണങ്ങൾ നൽകി. ആദ്യം അദ്ദേഹം പറഞ്ഞത് അത് ചെമ്പ് തന്നെയാണ്, എനിക്ക് യാതൊരു സംശയവുമില്ല, ആ പാളികൾ ചെമ്പ് തന്നെയാണ്, അത് അന്ന് ഉള്ളവരോട് ചോദിച്ചു നോക്കുമെന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറേയധികം തെളിവുകൾ അത് സ്വർണ്ണമാണ് എന്ന് കണ്ടാൽ തന്നെ തിരിച്ചറിയാവുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ചെമ്പുപാളിയായിരുന്നു, ഇനി അതിൽ സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന്. നമുക്ക് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും ഘട്ടത്തിൽ സ്വർണം പൂശിയ ഒരു ചെമ്പുപാളിയും അവിടെ വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ എടുക്കില്ല എന്നുള്ള കാര്യം. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓരോ ഉദ്യോഗസ്ഥർ പോലും നമ്മളെടുത്ത കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിനുശേഷവും വീണ്ടും പ്രധാനപ്പെട്ട തെളിവുകൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസിന്റെ ഭാഗത്തുനിന്നും. അതായത് അന്ന് സ്വർണം തന്നെയായിരുന്നു, അതെങ്ങനെ ചെമ്പായി മാറി, അതിന് മാത്രം ഉത്തരം നൽകിയാൽ മതി.